وعلى آله وصحبه الفائزين برضا الله أما بعد. അഭിനന്ദനായ വടകര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റും ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട അസീസ് ബാഖവി ഉസ്താദ് അവറുകൾ വളരെ ഹൃദ്യമായി ഇങ്ങനെ ഒരു സംവിധാനവും സദസ്സും സംഘടിപ്പിച്ച ഈ നാടിന്റെ കൊച്ചുമക്കൾക്ക് ദീനിന്റെ പരിശുദ്ധ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ അഹോരാത്രം ദിനരാത്രങ്ങളിൽ അധ്വാനിക്കുന്ന നമ്മുടെ മദ്രസകളിലും പള്ളികളിലും സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് റേഞ്ച് തലത്തിൽ സംഘടനാ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട റേഞ്ച് സെക്രട്ടറി അഹ്സൻ ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രൗഢഗംഭീരമായ ആദർശ വീര്യത്തോടുകൂടെ ഫത്വ കമ്മിറ്റി വർഷങ്ങളോളമായി സമുന്നതമായ രീതിയിൽ സമുദായത്തിന്റെ വൈജ്ഞാനിക സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തലുകൾ നടത്തി ദീനിന്റെ ഹുക്മുകൾ പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തുള്ള മതസംഘടനകൾ ആകമാനം പരിശുദ്ധ സമസ്തയെ ശ്രദ്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഫത്വ കമ്മിറ്റിയിലെ ബഹുമാനപ്പെട്ട ശൈഖുന എം.ടി. ഉസ്താദിന്റെ അതേ മാർഗത്തിൽ ആദർശത്തിന്റെ ധാർഢ്യവും പരിശുദ്ധ സമസ്തയുടെ ഔന്നിത്യവും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടുകളിലും വിദേശങ്ങളിലും വളരെ കൃത്യമായി നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെ സംശയ ദൂരീകരണം നടത്തിക്കൊണ്ട് ജനമനസ്സുകളിൽ ഈയിടെ തന്നെ സ്ഥാനം പിടിച്ച അഭിനന്ദനായ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കൂടിയായ ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി ഉസ്താദ് അവറുകൾ, ഭൂരിഭാഗം ആളുകൾക്കും ബഹുമാനപ്പെട്ട എം.ടി. ഉസ്താദിനെ ഈ ഭാഗത്ത് വടകര ഭാഗത്ത് നേരത്തെ നല്ല പരിചയമാണ്. കടമേര് റഹ്മാനി അറബി കോളേജിൽ അദ്ദേഹം സേവനം ചെയ്ത കാലഘട്ടത്തിൽ ഈ വിനീതന് മഹാനവറുകളുടെ ശിഷ്യത്വത്തിന് ഭാഗ്യം ലഭിച്ചത് ഞാനിപ്പോൾ ഓർമ്മിക്കാം. ഏറ്റവും പ്രൗഢമായി വടകരയിൽ ഇങ്ങനെ ഒരു പരിപാടി ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോഴും അതിൽ ഭാഗവാക്കാകാൻ സാധിച്ചപ്പോഴും നിങ്ങളെപ്പോലെ ഞാനും വളരെ ഏറെ സന്തോഷത്തിലാണ്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച സദസ്സ് ഇൻഷാ അല്ലാഹ് എശാ കയ്യലോടുകൂടെ നിറഞ്ഞ് ഒഴുകുന്ന രീതിയിൽ പല ഭാഗത്തും ചർച്ചയുണ്ട്. ചെറിയൊരു കാലാവസ്ഥാ വ്യതിയാനം വടകരയുടെ പുറത്തുണ്ട് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും എല്ലാ കാലഘട്ടത്തിലും ലോകത്താകമാനം ആദർശപരമായി പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപം കേരളത്തില് സാമൂഹിക രംഗത്ത് മതപരമായ നിർവഹണം നടത്തിയ ഏക ആധികാരിക മതസംഘടന ലോകോത്തര നിലവാരത്തിലെത്തിയതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകൾ കഴിഞ്ഞ ഒരു സെമിനാറിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. സൗദി അറേബ്യയുടെ റിയാദ് വെച്ച് നടന്ന ലോക ഫിഖ്ഹ് കോൺഫറൻസിൽ ശക്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങളിലും മുഴുവനും പല ഭാഷകളിലും ജുമാ ഖുത്ബയുടെ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത് സംബന്ധമായി യൂസുഫുൽ ഖർളാവി പോലുള്ള പ്രഗത്ഭ ലോക പണ്ഡിതന്മാർ ഇന്ന് ചർച്ച ചെയ്തിട്ട് അതിനൊരു അന്തിമ തീരുമാനം എടുക്കുക എന്ന അടിസ്ഥാനത്തിൽ ഫിഖ്ഹ് കോൺഫറൻസാണ്. ഒന്നാമത്തെ ദിവസം ചർച്ച ഏതാണ്ട് പൂർത്തീകരിച്ചു. അത് മറ്റു ഭാഷയിലാവാം എന്ന അടിസ്ഥാനത്തിൽ എത്തുകയും പിറ്റേന്ന് രണ്ടാം ദിവസത്തെ ചർച്ചയോടുകൂടി ഫത്വ വരന്റെ ഘട്ടത്തിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും അജയ്യനായ ബഹുമാനപ്പെട്ട പണ്ഡിതൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ശൈഖുന ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകളെ എഴുന്നേറ്റ് നിന്ന് ലോക പണ്ഡിത സഭയുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു. അത്ര ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ആദർശത്തിൽ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നൊരു വാചകമില്ലേ? ഇത് ചോദിച്ചപ്പോ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന പടുകൂറ്റം പണ്ഡിതന്മാർ മുഴുവനും ആ ഒറ്റ ഹദീസ് കേന്ദ്രീകരിച്ച് ഇതിൽ ഇനി മറ്റൊരു ഫത്വ പറയാൻ ലോകത്തൊരു പണ്ഡിതനും അവകാശമില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ആരാധന കർമ്മങ്ങളിൽ വിശുദ്ധിയോടുകൂടെ നിർവഹിക്കപ്പെടേണ്ടുന്ന ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ പറഞ്ഞ സല്ലു കമാ റഅയ്തുമൂനി എന്നിടത്ത് ഭാഷയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിത സഭയ്ക്ക് ഫത്വ എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എക്കാലത്തും ഏത് വിഷയത്തിലും സമകാലികമായ ഓരോ വിഷയങ്ങളോടെടുക്കുമ്പോഴും നേരത്തെ ബഹുമാനപ്പെട്ട സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ യാതൊരു തരത്തിലും ലാഭേച്ഛയുമില്ലാതെ മതത്തിനെ വാണിജ്യവൽക്കരിക്കാതെ
കൃത്യമായ പരിശുദ്ധി ലോകത്ത് ഒരു പടി മുന്നിലായി നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ തനതായ രൂപവും അതിന്റെ ആദർശ ഭദ്രതയുമാണ്. ഒരിക്കലും വിശുദ്ധ ഖുർആന്റെ ഒരു ആശയത്തെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങളുടെ ഒരൊറ്റ വാചകത്തെയും ഒരു തീരുമാനത്തെയും തിരുത്തി പറയേണ്ടി വരില്ല. ഇസ്ലാമിൽ തിരുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. അത് ലോകാവസാനം വരെ അള്ളാഹു പരിശുദ്ധിയോടുകൂടി സമൂഹത്തിന് തന്ന മാർഗദർശനമാണ്. അതിൽ സംഘടനകളുടെ പേര് പറഞ്ഞ് തിരുത്തേണ്ടത് എങ്ങനെയാണ്? ആ തിരുത്തില്ലാത്ത വിധം ലോകത്ത് തലനിവർത്തി നിൽക്കുന്ന ആത്മീയ സംഘടന ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഒരു ട്രഷറർ സംവിധാനം, ഒരു ട്രഷറി സംവിധാനം, റസീറ്റ് കൊണ്ട് പണപ്പിരിവ് നടത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏതെങ്കിലും മുഷാവറയിൽ കണക്ക് അവതരിപ്പിക്കുന്ന രംഗം ഉണ്ടായിട്ടില്ല. അത് സംഘടന സാമ്പത്തികത്തിനുണ്ടാക്കിയതല്ല, മറിച്ച് നാടുകളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപം ഹൃദയങ്ങളിലേക്ക്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കാലികമായ ഓരോ വിഷയത്തിലും ഇടപെട്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഇന്നേ വരെയും പരിശുദ്ധ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് ആരിഫീങ്ങളായ മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ വിശുദ്ധിയുടെ അനുഗ്രഹീതമായ ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത മഹത്തായ സംഘടന. ഇത് ആൾബലത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകള്, നമ്മുടെ മഹല്ലത്തുകള്, നമ്മുടെ പള്ളികള് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരൊറ്റ നിമിഷം ആലോചിച്ചാൽ ഈ മഹത്തായ സംഘടന സാന്നിധ്യമെങ്ങാനും കേരളക്കരയിൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ദീനും നമ്മുടെയൊക്കെ സംസ്കാരവും നമ്മുടെ മതപഠനവും നാം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ ആധുനിക വിഷയങ്ങളിലെ മതവിധിയും എവിടെ കിട്ടും? ലോക പണ്ഡിതന്മാർ ഇരുന്നിട്ട് നാളത്തെ അവസാന സിറ്റിംഗില് ജുമാ ഖുത്ബയുടെ ഭാഷ മറ്റു ഭാഷയിലാവാമെന്ന ഫത്വ ഇറക്കാൻ നേരത്ത് ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലമുതിർന്ന ശൈഖുന, ഫത്വ കമ്മിറ്റിയുടെ ദീർഘവീക്ഷണമുള്ള അധികായൻ, ആ മഹാനുഭാവൻ അങ്ങകലെ റിയാദിന് തലസ്ഥാനത്തിരുന്നുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സംഘടനയുടെ പരിശുദ്ധമായ ഫത്വകൾ നിരത്തിയിട്ട് ഈ ഒറ്റ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹിന്റെ മസ്അലകൾ പറഞ്ഞപ്പോ ലോക പണ്ഡിത സഭ, ഇത് മുസ്ലിം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ മദ്രസകളിൽ സേവനം ചെയ്യുന്ന അനുഗ്രഹീതരായ ഉലമാക്കള്, അവരുടെ കൂട്ടായ്മയായ റേഞ്ചിൽ നിന്ന് ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികത്തിന്റെ പ്രചരണവും അതോടൊപ്പം മജ്ലിസ് നൂറിന്റെ ഒരു സെഷൻ ഇന്നിവിടെ കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായ സദസ്സുകളും ബഹുമാനപ്പെട്ട അഹ്സൻ ഉസ്താദ് നമ്മോട് പറഞ്ഞു. അതിൽ ഏറെ പ്രാധാന്യം പറയുന്ന സെഷനാണ് ദാരിം ഉസ്താദ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഓർമ്മയിലോ എങ്ങാനും ആരുടെയെങ്കിലും ഇടപാടുകൾ കാരണം വന്നുപോയ സംശയ ദൂരീകരണം കൊണ്ട് ആദർശ പവിത്രതയും ഭദ്രതയും നിലനിർത്തുക എന്നത്. ഇതല്ലാത്ത കാലത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാരത്രികം വെളിച്ചമാകില്ല. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ സദസ്സ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്റിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്ന പരിശുദ്ധ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആലിമീങ്ങളുടെ പിന്നിൽ ഉജ്ജ്വലമായി അണിചേർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശവാഹകരായി ജീവിച്ച് അതിന്റെ സേവകന്മാരാവാൻ അർഹമുർ റഹീമിനായ റബ്ബ് നമുക്കെല്ലാവർക്കും ജീവിതാവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാശിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.